നമസ്കാരം, ഞാൻ ജീവൻകുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എലിയൻ ബ്രെയിൻ മലയാളം. ഇന്നത്തെ ചർച്ചാ വിഷയം, കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ രാഹുൽ ഗാന്ധി സ്വന്തം തോൽവികളെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നു എന്നുള്ള ഐഡിയയെ സാധൂകരിക്കുന്നതാണ് കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യൻ പോളിറ്റിക്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യൻ പോളിറ്റിക്സിൽ എന്താണ് സംഭവിക്കുന്നത്, നാഷണൽ പോളിറ്റിക്സിൽ എന്താണ് സംഭവിക്കുന്നത്? നാഷണൽ പോളിറ്റിക്സിൽ സംഭവിച്ചത് ഒരേ ഒരു കാര്യമാണ്. ഇന്ത്യയിലേക്ക് റഷ്യൻ പ്രസിഡന്റ് പുടിൻ വന്നു. ഇന്ത്യൻ പ്രസിഡന്റ് പുടിൻ വന്നതാണോ ഈ പ്രശ്നത്തിന് കാരണമെന്ന് ചോദിച്ചാൽ അല്ല. ഇന്ത്യൻ പ്രസിഡന്റ് പുടിൻ വന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ രാഹുൽ ഗാന്ധിയെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ സ്വയം മീഡിയയുടെ മുന്നിൽ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യുകയുണ്ടായി. തനിക്ക് അതിനായിട്ടുള്ള അവസരം തരുന്നില്ല. അതുമാത്രമല്ല, വേറെയുള്ള ഫോറിൻ ഡെലിഗേറ്റ്സോ അല്ലെങ്കിൽ വേറെയുള്ള സുപ്രീം ലീഡേഴ്സ് എല്ലാം വരുന്ന സമയത്ത് തന്നെ ഒരു ഒപ്പോസിഷൻ ലീഡർ എന്നുള്ള രീതിക്ക് ബഹുമാനത്തോടെ നോർമലി ട്രഡീഷണലായിട്ട് ചെയ്യുന്ന പോലെ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള രീതിക്ക് രാഹുൽ ഗാന്ധി ഒരു കംപ്ലയിൻ്റ് എല്ലാം മീഡിയയ്ക്ക് മുന്നേ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. അതിന് ഓപ്പോസിറ്റായിട്ടുള്ള ആൻസറായിട്ട് ഗവൺമെൻറ് അല്ല, ഇതിനു മുന്നും പല ഡെലിഗേറ്റ്സും വന്നിട്ടുണ്ട്, പല സുപ്രീം ലീഡേഴ്സും വന്നിട്ടുണ്ട്, അതായത് വേറെ കൺട്രീസിൻ്റെ പ്രൈം മിനിസ്റ്റർ ആവട്ടെ അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആവട്ടെ. സോ അതല്ല ഇവിടെ പ്രശ്നം. രാഹുൽ ഗാന്ധിയെ വരാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കിയത് രാഹുൽ ഗാന്ധിയാണ്. അതിൻ്റെ 2ാമത്തെ ദിവസം, പുടിൻ വന്നതിന് ശേഷമുള്ള അടുത്ത ദിവസം, പ്രസിഡന്റ് ദ്രൗപദി മുർമു പുടിന് ഒരു വിരുന്ന് കൊടുക്കുകയുണ്ടായി രാഷ്ട്രപതി ഭവനിൽ വെച്ച്. അതിൽ ശശി തരൂരാണ് പങ്കെടുത്തത്. ശശി തരൂരിന് അതിൽ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഓപ്പോസിഷൻ ലീഡറായ രാഹുൽ ഗാന്ധിക്ക് അതിൽ ഇൻവിറ്റേഷൻ ഇല്ല. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഖാർഗെയ്ക്ക് അതിൽ ഇൻവിറ്റേഷൻ ഇല്ല. മറിച്ച് ശശി തരൂരിനാണ് അതിൽ ഇൻവിറ്റേഷൻ കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾക്കും ഇതിനും എങ്ങനെയാണ് ലിങ്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. രാഹുൽ ഗാന്ധി സ്വയം വിരമിക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. താനൊരു ഇൻകംപീറ്റൻറ്റ് ലീഡർ അല്ല, തനിക്കല്ല ഇവിടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. BJP അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഓപ്പോസിറ്റായിട്ട് ശശി തരൂരിനെ പ്രസൻറ്റ് ചെയ്യാൻ BJPയും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഈ നടന്ന ഈ 2 ദിവസത്തെ സംഭവങ്ങളിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ പരിപൂർണമായിട്ട് വ്യക്തമാകുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധി, ഞാനൊരു ഓപ്പോസിഷൻ ലീഡറാണ്, ഞാൻ എന്നെ ഇവിടേക്ക് ക്ഷണിക്കുന്നില്ല എന്നുള്ള കാര്യം സ്വയം മീഡിയയ്ക്ക് മുന്നിൽ വന്ന് സംസാരിച്ച് അതൊരു ചർച്ചാ വിഷയമാക്കുന്നു. അതായത് ജനങ്ങളുടെ മുന്നിൽ നോക്കൂ, ഞാനൊരു ഓപ്പോസിഷൻ ലീഡറാണ്, എന്നെ ഇവർ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ഒരു ഓപ്പോസിഷൻ ലീഡർ എന്നുള്ള രീതിക്ക് എന്നെ ഇവരാരും കണക്കെടുക്കുന്നില്ല എന്നുള്ള രീതിക്ക് ആളവിടെ ഒരു നറേറ്റീവിനെ ജനങ്ങളുടെ ഇടയിൽ ഒരു ടോപ്പിക്കായിട്ട് എടുത്തു കൊടുക്കുന്നു. ജനങ്ങളത് സംസാരിക്കണം. അതായത് രാഹുൽ ഗാന്ധി ഒരു പ്രോപ്പർ ലീഡറല്ല, രാഹുൽ ഗാന്ധി ഒരു വർത്തിയർ ഓപ്പോസിഷൻ്റെ ഒരു ലീഡറല്ല എന്നുള്ള രീതിക്ക് മോഡിയോ അല്ലെങ്കിൽ NDA ഗവൺമെൻറ്റോ ചിന്തിക്കുന്നു എന്നുള്ള രീതിക്കുള്ള ഒരു നറേറ്റീവിനെ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു ടോപ്പിക്കായിട്ട് രാഹുൽ ഗാന്ധി തന്നെ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ 2ാമത്തെ ദിവസം ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? രാഹുൽ ഗാന്ധിയെ വിളിക്കാതെ ശശി തരൂരിനെ വിളിക്കുന്നു. സോ അവിടെ നറേറ്റീവ് വ്യക്തമാണ്. നോക്കൂ, ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഓപ്പണൻ്റ് അല്ല, ഒരു ഇൻകംപീറ്റൻറ്റ് ലീഡറാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിനെ നയിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഓപ്പോസിറ്റ് ലീഡർ എന്ന് പറയുന്നത് ശശി തരൂർ തന്നെയാണ്. ശശി തരൂരാണ് ഞങ്ങൾക്കൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഓപ്പണൻ്റ് ലീഡർ എന്നുള്ള രീതിക്ക് ഒരു നറേറ്റീവിനെ BJP ക്ലിയറായിട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധി അല്ല, ഞങ്ങൾക്ക് ഓപ്പണൻ്റ് ശശി തരൂരാണ്. രാഹുൽ ഗാന്ധിയൊന്നും ഞങ്ങളൊരു കാര്യമായിട്ട് പോലും എടുക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് കാര്യം ശശി തരൂരാണ്. കാരണം ശശി തരൂർ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനെ തളയ്ക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി മാറും എന്നുള്ള രീതിക്ക് ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യാൻ BJP ശ്രമിക്കുക മാത്രമല്ല, അത് ചെയ്യുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ നിന്ന് പുറത്തു പോകണം എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു പ്രോമിനൻ്റ് ലീഡർ അല്ല എന്നുള്ള തോന്നൽ എല്ലാവർക്കും വരണം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. സോ രാഹുൽ ഗാന്ധി ആ ഐഡിയ ജനങ്ങളുടെ മുന്നിലേക്ക് എടുക്കുന്നു. നോക്കൂ, ഞാനൊരു പ്രോമിനൻ്റ് ലീഡർ അല്ല എന്ന് എല്ലാവരും വിചാരിക്കുന്നു എന്നുള്ളൊരു ടോക്ക് എടുത്തിടുന്നു. തുടർന്ന് തന്നെ BJP വന്ന് അതെ, രാഹുൽ ഗാന്ധി ഒരു പ്രോമിനൻ്റ് ലീഡർ അല്ല, ഞങ്ങൾക്ക് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ലീഡർ എന്ന് പറയുന്നത് ശശി തരൂരാണ് എന്നുള്ള രീതിക്കുള്ള നറേറ്റീവിനെ BJP കംപ്ലീറ്റ് ചെയ്യുന്നു. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ വർക്കേഴ്സിന് തന്നെ നോക്കൂ, രാഹുൽ ഗാന്ധി ഇത്രയും തോൽവികൾ തരുന്നു, രാഹുൽ ഗാന്ധി ഒരു പ്രോപ്പർ ലീഡറല്ല, ഇതിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആളപ്പം തന്നെ ഈ രാജ്യം വിട്ടു പോകുന്നു, ഇവിടെ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇനി പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതിക്ക് കോൺഗ്രസ്സിലെ വർക്കേഴ്സ് തന്നെ വന്നു തുടങ്ങി, അല്ലെങ്കിൽ പാർട്ടി ലീഡേഴ്സ്, മറ്റ് പാർട്ടി ലീഡേഴ്സും വന്നു തുടങ്ങി. അവർക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് വേണം. രാഹുൽ ഗാന്ധിയെ പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കാനും പറ്റില്ല, ശരി പൊയ്ക്കോളെന്ന് പറയാനും പറ്റില്ല. സോ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ലീഡർ വേണം. അപ്പോൾ ആ സമയത്ത് ഓപ്പോസിഷനിൽ, അതായത് കോൺഗ്രസിൻ്റെ ഓപ്പോസിറ്റുള്ള BJP തന്നെ പറയാണ്, നോക്കൂ, ഞങ്ങൾക്ക് എതിരാളിയെ ഞങ്ങൾ കണക്ക് കൂട്ടാൻ കഴിയുന്ന ഒരാളെന്ന് പറയുന്നത് ശശി തരൂരാണ് എന്നുള്ള ഒരു ഇമേജിനെ തൂക്കി BJP തന്നെ എടുത്ത് കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് തോന്നി തുടങ്ങും, ഓക്കെ, അപ്പോൾ ശശി തരൂരാണ് ഇനി ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ലീഡർ. ശശി തരൂരിനെ കാണുന്ന സമയത്ത് BJP പോലും, അതായത് നമ്മളുടെ എതിരാളി പോലും ശശി തരൂരിനെയാണ് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ലീഡറായിട്ട് കരുതുന്നത്. അപ്പോൾ ശശി തരൂരിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ
BJP എതിർക്കാൻ കഴിയും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വന്നിട്ട് BJP എതിർക്കാൻ കഴിവുള്ള ഒരു ലീഡറായിട്ട് മാറാൻ കഴിയും എന്നുള്ള ഒരു ഇംപ്രഷൻ ജനങ്ങളിലേക്കല്ല മറിച്ച് കോൺഗ്രസ്സിലേക്ക് BJP ഇട്ട് കൊടുക്കുകയാണ്. സോ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ഐഡിയ, എനിക്ക് ഇവിടെ നിന്ന് പുറത്തു പോകണം, ഈ പോളിറ്റിക്സിൽ നിന്ന് പുറത്തു പോകണം, പെട്ടെന്ന് പോകാൻ പറ്റില്ല, പോകുന്നതിന് മുൻപ് ഒരു റീപ്ലേസ്മെൻറ്റ് ഫേസിന് ഞാനിവിടെ ഫിക്സ് ചെയ്തിട്ട് പോകണം എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ആ നെറേറ്റീവിന് BJP അപ്പുറത്ത് നിന്ന് ഹെൽപ്പ് ചെയ്യുന്നു. BJPക്ക് അറിയാം രാഹുൽ ഗാന്ധിക്ക് ഈ ലൈഫ് ആവശ്യമില്ല, അദ്ദേഹത്തിന് ഒരു നോർമൽ ലൈഫാണ് ആവശ്യമുള്ളത്. സോ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരി നിങ്ങൾ റിട്ടയർ ആകുകയാണെങ്കിൽ ആയിക്കോളൂ, പോകുന്നതിന് മുന്നേ നിങ്ങൾ പെട്ടെന്ന് പോയാൽ ആരും സമ്മതിക്കില്ല, അതൊരു അബ്നോർമലായിട്ടുള്ള ഒരു റിട്ടയർമെൻ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഒരാളെ നിർത്തിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രായോഗികമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡറായിട്ടുള്ള ശശി തരൂരിന് രാഹുൽ ഗാന്ധിക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് BJP തന്നെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ ഇതിന് മൂലം രാഹുൽ ഗാന്ധിക്ക് ഈസി ആയിട്ട് റിട്ടയർ ചെയ്യാനും പറ്റും, അതേസമയം കോൺഗ്രസിന് ഒരു പുതിയൊരു ലീഡറും കിട്ടും. സോ കാക്കയുടെ എന്താ പറയുക, വിശപ്പും മാറും എരുമയുടെ കടിയും മാറും എന്നുള്ള രീതിക്കാണ് കാര്യങ്ങളവിടെ. സോ രാഹുൽ ഗാന്ധി റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആ സമയത്ത് BJP അതിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള എൻ്റെ ഒരു കാൽക്കുലേഷനെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഈ 2 ദിവസത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി സ്വയം വന്ന് ഒരു പ്ലോട്ട് എറിഞ്ഞു കൊടുക്കുന്നു, എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ള രീതിക്ക് ഒരു പ്ലോട്ട് എറിഞ്ഞു കൊടുക്കുന്നു. സാധാരണഗതിയിൽ പുറത്തുനിന്ന് ഒരു ലീഡർ വരുന്ന സമയത്ത് ഓപ്പോസിഷൻ ലീഡറെ വിളിക്കുന്ന, ഇതിന് മുന്നേ മറ്റുള്ള ലീഡേഴ്സ് വന്ന സമയത്ത് രാഹുൽ ഗാന്ധിയെ കാണാൻ അനുവദിച്ച BJP തന്നെ ഇത്തവണ രാഹുൽ ഗാന്ധിയെ കാണാൻ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട്? രാഹുൽ ഗാന്ധി തന്നെ ഒന്ന് ആ പ്ലോട്ട് എറിഞ്ഞു കൊടുക്കുന്നു. അടുത്ത ദിവസം ശശി തരൂരിനെ എടുത്ത് മുമ്പത്തിട്ട് ഒരു പുതിയ ലീഡറായിട്ട് കാണിച്ചു കൊടുക്കാൻ BJP തന്നെ ശ്രമിക്കുന്നു. സോ ഇവരുടെ നെക്സസ് ആണ്, അതായത് ശശി തരൂർ, BJP, രാഹുൽ ഗാന്ധി നെക്സസ് എന്ന് പറയുന്നത് പക്കാവായിട്ട് രാഹുൽ ഗാന്ധിയുടെ റിട്ടയർമെൻറ്റിനെ പ്ലാൻ ചെയ്ത് രാഹുൽ ഗാന്ധിക്ക് പോളിറ്റിക്സിൽ നിന്നും ഈസി ആയിട്ട് പുറത്ത് റിട്ടയർ ചെയ്ത് പോകാനുള്ള ഒരു പ്ലോട്ട് ഒരുക്കി കൊടുക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിന് മുന്നേ ശശി തരൂരിനെ പുതിയ ലീഡറായിട്ട് റീപ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി റിട്ടയർ ചെയ്ത് പോവുക. ഇങ്ങനെ രാഹുൽ ഗാന്ധിക്ക് റിട്ടയർമെൻറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്, അദ്ദേഹത്തിന് ഒരു നോർമൽ ലൈഫ് ജീവിക്കണം, കല്യാണം കഴിച്ച് വേറെ ജീവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. രാഹുൽ ഗാന്ധിക്ക് പറയാൻ പറ്റില്ല, നേരത്തെ തന്നെ ഈ ഫോറിൻ നാഷണൽ ആയിട്ടുള്ള ഈ തൻ്റെ പഴയ കാമുകിയോട് നേരത്തെ തന്നെ കല്യാണം കഴിഞ്ഞിരിക്കാം, കുട്ടി മക്കളുണ്ടായിരിക്കാം, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ തായ്ലാൻഡിലേക്ക് പോകുന്നത് ഈ ഫാമിലിയെ കാണാനായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് വെക്കേഷൻ പോകുന്നതായിരിക്കും, പറയാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നു, അതിന് BJP അപ്പുറത്ത് ഹെൽപ്പ് ചെയ്യുന്നു. സോ എൻ്റെ കാൽക്കുലേഷൻസ് അനുസരിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ തന്നെ രാഹുൽ ഗാന്ധി മോസ്റ്റ്ലി അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്യും. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് പുറത്തു പോകാനുള്ള ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് റീപ്ലേസ് ചെയ്യാൻ ഒരു ലീഡർ ഉണ്ടാവണം എന്നുള്ളത് മാത്രമായിരിക്കും. ആൻഡ് പോസിബിളി അതിനും ശശി തരൂരിനെ മുൻനിർത്തിക്കൊണ്ട് BJP ഹെൽപ്പ് ചെയ്യും. അതായത് രാഹുൽ ഗാന്ധി പോവുകയാണെങ്കിലും ശശി തരൂരായിരിക്കും അടുത്ത കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് വരിക എന്നുള്ളതായിരിക്കും എൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ എൻ്റെ കാൽക്കുലേഷൻസ് ശരിയായിരുന്നു എന്ന് സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എന്ന് തോന്നുന്നു എന്നുള്ളത് താഴെ കമൻറ്റിൽ പറയുക. നന്ദി, നമസ്കാരം. ഞാൻ ജീവൻ കുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഏലിയൻ ബ്രെയിൻ മലയാളം.